ശോഭ എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചെന്നറിയോ? അതും അല്ലെങ്കിൽ ബിവറേജിന്റെ ഫ്രണ്ട് വെച്ച്. അല്ല, എന്നെ കാണുമ്പോ ഇളവുണ്ടായിരുന്ന ബിവറേജില്? ഞാനവിടെ ബില്ലടിക്കുന്ന ഞാനാണ്. അതറിയത്തില്ലേ? ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ശോഭയെ ആദ്യമായിട്ട് കണ്ടത്. അമ്പലത്തിൽ പോവാറുണ്ടല്ലേ? പിന്നെ അതെ, അമ്പലത്തിൽ പോവാറുണ്ട്. പക്ഷെ ചെരുപ്പടിച്ച് മാറ്റാന്ന് മാത്രം. ഇവര് പിന്നെ അതിനുവേണ്ടി അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. ഒരു പാട്ടങ്ങ് നിന്ന് കീച്ചാൽ മതി, ചെരുപ്പ് വന്നുകൊണ്ടിരിക്കും. എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ശോഭയ്ക്കറിയോ? ഇല്ല. ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചതുപോലെ ഒരു താജ്മഹൽ ഞാൻ നിനക്ക് വേണ്ടി പണം തരട്ടെ. താജ്മഹൽ കക്കൂസിന്റെ ഫ്രണ്ടിലെ ഫ്ലെക്സ് എടുത്ത് മാറ്റിയായിരുന്നു. ശോഭ, എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കല്യാണം ഉടനടി നടക്കും. പ്രേം. എന്താ വിളിച്ചേ? പ്രേം. ഇത്ര നല്ല പേരാണ് എന്റെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൈനോട്ടക്കാരിയെ കണ്ടായിരുന്നു. Yeah. കൈനോട്ടക്കാരി എന്റെ കൈനോക്കി എന്താ പറഞ്ഞെന്നറിയോ? എന്ത് പറഞ്ഞു? എന്റെ കല്യാണം ഉടനെ നടക്കുന്ന. ഭാഗ്യം ശോഭ, എനിക്ക് സന്തോഷമായി. എന്തിന്? നമ്മുടെ കല്യാണം ഉടനടി നടക്കാൻ പോയല്ലേ? അയ്യോ, നമ്മുടെ കല്യാണം നടക്കുന്നല്ല, എന്റെ കല്യാണം ഉടനെ നടക്കുന്ന പറഞ്ഞ. തന്റെ കല്യാണം എപ്പോൾ നടക്കുന്ന എനിക്കറിയില്ല. ശോഭേ, മൃദുല അടിപൊളിയായിരുന്നു കേട്ടോ. ആഹാ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അവിടെ നിൽക്കുന്ന പോലെ തോന്നി. സുമ ഇടയ്ക്ക ശങ്കറാവും, പിന്നെ ശങ്കർ ലാലാവും, പിന്നെ ശങ്കർ ലാൽ ഉമ്മറാവും. ഇതിനും ഭേദം ഇങ്ങനെ പിടിച്ചൊന്ന് കേൾക്കുക എന്നാ മതിയായിരുന്നു. അതൊക്കെ നമുക്കൊരു ഭാഗത്ത് വയ്ക്കാം. ഇവിടെ ഇരുന്ന് ഉരുകുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കാം. കഴിഞ്ഞ സംഭവം ചെറുതായിട്ടൊന്ന് ചീറ്റി പോയെങ്കിൽ ഇത് വളരെ ഡബിൾ ആയിട്ട് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും ചെയ്തത്. യുവ അവര് മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ ചാപ്പാടൊക്കെ കൊടുത്തപ്പോ എന്ത് തോന്നി? അതേപോലെ പോയി കിടക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, മടി കിടന്നില്ല. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നത്. സുമയുടെ പെർഫോമൻസ് അനുസരിച്ചാണ് പേരന്റെ കോസ്റ്റ്യൂം നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ പെർഫോമൻസ് അനുസരിച്ച് രണ്ടാമത്തെ പെർഫോമൻസ് പേരിന് നമ്മൾ കമ്പിളി കൊടുത്തു. ഇനി അടുത്ത പെർഫോമൻസിൽ നമ്മൾ PPT കിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതേപോലെ എനിക്ക് കോമഡി ചെയ്യാൻ അറിയില്ല, പക്ഷേ സുമയുടെ കോമഡി വളരെയധികം ഹൈപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഞാനൊരു ആക്ഷൻ പെർഫോമൻസ് എനിക്ക് നടത്തേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു. അല്ല ചേച്ചി, ഞാൻ കഥാപാത്രത്തെ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരാളാ. അത് കണ്ടപ്പോ മനസ്സിലായി വേറൊരാളല്ല, ആളുകളായി. ഇതെല്ലാം കഴിയുകയാണെങ്കിലും ഇനി ഒരുത്തൻ വരാനുണ്ട്. ഒരു എലി ഡ്രസ് ഇട്ടൊരു